അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മരണപ്പെട്ടു പോയ ആളുകൾക്ക്, അതാരായിരുന്നാലും ശരി, നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആളായിരുന്നാലും അല്ലെങ്കിലും അവർക്ക് സലാം പറയുന്നതിനെ കുറിച്ചാണ്. അവരുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന്, ആ ശ്മശാനത്തിൽ ചെന്ന്, മഖബറയിൽ ചെന്ന്, അവരുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് അവർക്ക്, ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾക്ക് സലാം പറയുന്ന രീതിയാണ് നമ്മളിന്ന് പറയുന്നത്. അത് ആരായിരുന്നാലും ശരി, നമ്മുടെ ഏറ്റവും അടുത്ത ആളായിരുന്നാലും അകൽന്ന ആളായിരുന്നാലും ശരി, എങ്ങനെയൊക്കെ പറയണം എന്നുള്ളതാണ്. മൊത്തത്തിൽ നമ്മൾ പറയേണ്ടത് ആ ശ്മശാനത്തിലുള്ള മൊത്തം ആളുകൾക്കാണ് നാം ഉദ്ദേശിക്കുന്നത് എങ്കിൽ നാം പറയേണ്ടത് അസ്സലാമു അലൈക്കും യാ ദാര ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നാണ്. എങ്ങനെ? ഒന്നുകൂടെ പറയാം. അസ്സലാമു അലൈക്കും യാ ദാര ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നാണ് മൊത്തത്തിൽ അവിടെയുള്ള എല്ലാ ആളുകൾക്കും നാം സലാം പറയുകയാണെങ്കിൽ, ഉദ്ദേശിക്കുകയാണെങ്കിൽ പറയേണ്ടത് അങ്ങനെയാണ്. എന്താണ് അതിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ, സൃഷ്ടാവിൻ്റെ, റബ്ബിൻ്റെ രക്ഷ, ശാന്തി, സമാധാനം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ, അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അസ്സലാമു അലൈക്കും അല്ലേ? ഇത് നമുക്ക് ആരോടും പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ്. അസ്സലാമു അലൈക്കും, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നല്ലേ? ഗോഡ് ബ്ലസ് യു അല്ലേ? ഓക്കെ. പിന്നെ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്നാണ് ഇവിടെ അധികമായിട്ടുള്ളത്. ഇവിടെ ഈ മരിച്ച ആളുകളോട് പറയുന്നു. യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ, സത്യവിശ്വാസികളായ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകളെ, സമൂഹമേ എന്നാണ് ആ വാക്കിനർത്ഥം. യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ, ഇവിടെയുള്ള മുഅ്മിനീങ്ങളായ ആളുകളെ. പിന്നെന്താ പറയുന്നത്? അവിടെയാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നാണ് പിന്നെ പറയുന്നത്. എന്താ അർത്ഥം? വ ഇന്നാ, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഞങ്ങൾ, ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത്, ബിക്കും ലാഹിഖൂൻ, നിങ്ങളോടൊപ്പം വന്ന് കിടക്കേണ്ട ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ പോയി നാളെ ഞങ്ങൾ വരും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ന് നീ നാളെ ഞാൻ എന്നൊക്കെ പറയില്ലേ? ഇപ്പൊ ഇന്ന് നിങ്ങളവിടെ കിടക്കുന്നത്, നാളെ നീ ഞങ്ങളായിരിക്കാം ഇൻഷാ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഒന്നുകൂടി ഞാൻ സലാം പറയാം. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ മഖബറയിൽ ചെന്ന് പറയേണ്ടത്. എന്നാൽ നമ്മുടെ ഏറ്റവും അടുത്ത, ഉദാഹരണം പറഞ്ഞ നമ്മുടെ പിതാവാണ് അവിടെ കിടക്കുന്നത്. പിതാവിനോടാണ് അങ്ങനെയാണോ പറയേണ്ടത്? അല്ല. പിതാവിനോട് എങ്ങനെയാ പറയേണ്ടത്? അസ്സലാമു അലൈക്കും യാ അബീ എന്നാണ് പറയേണ്ടത്. അസ്സലാമു അലൈക്കും യാ അബീ. അബീ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവേ എന്നർത്ഥം. എൻ്റെ പിതാവേ, താങ്കൾക്ക് സലാം. ഉമ്മയോടാണെങ്കിലോ യാ അബി എന്നുള്ളത് യാ ഉമ്മി എന്നാക്കി മാറ്റണം. അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്നാണ് ഉമ്മയോടാണ് പറയേണ്ടത്. ഇനി സ്വന്തം സഹോദരനാണ്, അനുജനോ ജ്യേഷ്ഠനോ ആവട്ടെ, അപ്പൊ അങ്ങനെ പറയാ അസ്സലാമു അലൈക്കും യാ അഖീ. വല്ലിപ്പയോടാണ് എങ്ങനെ പറയാ? അസ്സലാമു അലൈക്കും യാ ജദ്ദി. വല്ലിപ്പ. വല്ലിമ്മയാണ്, അസ്സലാമു അലൈക്കും യാ ജദ്ദത്തി. ഇങ്ങനെ ഓരോ ആളുകളോടും വ്യത്യസ്തമായിട്ട് പറയുകയാണ് ഏറ്റവും നല്ലത്. ഈ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സലാമായി. മനസ്സിലായോ?
പക്ഷെ ഏറ്റവും നല്ലത് എന്താണ്, ഇങ്ങനെ ഓരോരുത്തരെ പ്രത്യേകം പറയുകയാണെങ്കിൽ ആ വാക്കുകൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഉപ്പയാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ അബി, ഉമ്മയാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ ഉമ്മി, വല്ലിപ്പയാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ ജദ്ദി, വല്യമ്മയാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ ജദ്ദത്തി, സഹോദരൻ അനുജനോ ജ്യേഷ്ഠനോ ആണെങ്കിൽ അസ്സലാമു അലൈക്കും യാ അഖി. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ മക്ബറയിൽ ചെന്നിട്ട് സലാം പറയേണ്ടത്. അപ്പോ പിന്നെ അവിടെ വേറെ വിഷയം വരുന്നത്, നമ്മളിപ്പോ സലാം പറഞ്ഞാൽ അവര് കേൾക്കുമോ മടക്കുമോ എന്നുള്ളതായിരിക്കും ചില ആളുകൾക്ക് ഉണ്ടാക്കുന്ന സംശയം, അല്ലേ? സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ്. കേൾക്കും എന്നാണ് പ്രവാചകൻ മുതൽ ഇങ്ങോട്ടുള്ള പ്രാമാണികരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. കേൾക്കും എന്നുള്ളതാണ്. കേൾക്കുകയും അവരതിനെ മടക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പണ്ഡിതന്മാരുടെ ഭാഷ. പ്രവാചകനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, കേൾക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ സിയാറത്ത് ചെയ്യാൻ, ഖബർ സന്ദർശിക്കാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണെന്നുള്ളതാണ്. വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം. അതോടുകൂടി മറ്റൊരു കാര്യം കൂടി പറയട്ടെ, വെള്ളിയാഴ്ച മരിച്ച ആളുകൾക്ക് ഖബറിൽ ശിക്ഷയില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സലാവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ആരോട് സലാം? മരിച്ച ആളുകളോട് സലാം പറയുന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, അല്ലേ? മരിച്ചുപോയി ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് വേണ്ടി നമുക്കിനി കൊടുക്കാൻ കഴിയുന്നത് പ്രാർത്ഥന. ഇതുപോലെ സലാം പറയുക, അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് ഖുർആൻ ഓതിയിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഖബറിൽ നമ്മൾ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി, അറബിയിൽ തന്നെ പറയണ ഒരു നിർബന്ധവുമില്ല. ആദ്യം ഫാത്തിഹ ഓതുക, കഴിയുമെങ്കിൽ യാസിൻ ഓതുക. യാസിനതിന് ശേഷം ഖുൽ ഹുവല്ലാഹു, അങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിന്നാസ് ഓതുക. എന്നിട്ട് പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് ഏത് ഭാഷയാണോ അറിയുന്നത് ആ ഭാഷയിൽ നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിലായോ? അറബിയിൽ തന്നെ വേണമെന്നില്ല, മൂലയാരെ വിളിച്ചുകൊണ്ടും ദ്വാരിപ്പിക്കണം എന്നില്ല. നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? അപ്പോൾ അത് പ്രത്യേകിച്ച് ഓരോ മക്കളും ചെയ്യേണ്ടതാണ്. പാപ്പക്കും ഉമ്മക്കും വേണ്ടി മക്കൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പ്രാർത്ഥന വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഈ പ്രാർത്ഥനയാണ് അവരെ രക്ഷിക്കുന്നത്. വലതുൻ സാലിഹുൻ യദ്ഉ ലഹു എന്നല്ലേ പ്രവാചകൻ പറഞ്ഞത്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അതാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ വീഴ്ച ചെയ്യരുത്, മടി കാണിക്കരുത്. സ്വന്തം മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും നാം എന്ത് ചെയ്യരുത്? മടി കാണിക്കരുത്. കാരണം അവർ നമ്മളെ അത്രയും കഷ്ടപ്പെട്ടാണ് പോറ്റി വളർത്തിയിട്ടുള്ളത്. നമുക്കതറിയില്ല. നമ്മളൊക്കെ ഒന്ന് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു, ഓരോ മനുഷ്യനും, അല്ലേ? എത്ര കഷ്ടപ്പെട്ടാണ്, ഏത് രീതിയിലാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പോറ്റി വളർത്തിയത് എന്നുള്ളത് നമുക്കറിയില്ല. അവർക്കറിയും. വളരെ കഷ്ടപ്പെട്ടാണ് മിക്ക മാതാപിതാക്കളും സ്വന്തം മക്കളെ പോറ്റി വളർത്തിയിട്ടുണ്ടാവുക. സാന്ദർഭികമായി പറയട്ടെ, അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ അവർക്ക് പ്രായമാകുമ്പോൾ, അവർക്കൊന്നിനും കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുന്ന നിരവധി മക്കൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അള്ളാഹുവിനോട് നിങ്ങൾ രണ്ട് കൈയും കെട്ടി അതിന് മറുപടി പറയണം. ആര് ചെയ്താലും, നിങ്ങൾ എന്നല്ല ഞാൻ ചെയ്താലും, ആര് ചെയ്താലും
ആര് ചെയ്താലും അതിന് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നമ്മളെ മാതാപിതാക്കളെ അവർക്ക് വയസ്സാകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാൻ പാടുള്ളതല്ല. വൃദ്ധസദനത്തിലോ മറ്റോ എവിടെയും കൊണ്ടുപോയി തള്ളരുത്. അവർക്ക് വേണ്ട എല്ലാ ഖിദ്മത്തുകളും സേവനങ്ങളും നമ്മൾ എത്ര വലിയ ആളായിരുന്നാലും ശരി, സ്വന്തം വീട്ടിൽ വെച്ച് അവർക്ക് നാം വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കണം. അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്? റബ്ബിർഹംഹുമാ കമാ റബ്ബിയാനി സഗീറ. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ള പ്രവാചകൻ പ്രാർത്ഥിക്കാൻ? റബ്ബേ, എന്നെ അവർ ചെറുപ്പത്തിൽ എങ്ങനെയാണോ പോറ്റി വളർത്തിയത്, അതുകൊണ്ട് അവർക്ക് നീ കരുണ ചെയ്യ് റഹ്മാനെ. എനിക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ മലവും മൂത്രവുമൊക്കെ സ്വന്തം ആ പായൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലായിരിക്കും. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സന്ദർഭത്തിൽ എന്നെ എല്ലാ നിലയിലും വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, അവരെ നാം ഒരിക്കലും മറന്നു പോകരുത്. അവർക്ക് നാം വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നാം അവരുടെ ഖബറിന്റെ അടുക്കൽ പോകണം, സലാം പറയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.